ചന്ദ്രക്കലമാനത്ത് ചന്ദന നദി താഴത്ത്. ഇപ്പോൾ രാത്രി കുറച്ച് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പം നിലാവത്ത് ചന്ദ്രനെയൊക്കെ നോക്കി കുറച്ച് സമയം കച്ചവട സ്ഥലത്ത് അങ്ങനെ അങ്ങ് ഇരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ ലുലുവിലേക്ക് പോയി കുറച്ച് സാധനം വാങ്ങാനുണ്ട്. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മിക്കവാറും ദിവസങ്ങളിൽ ചായയും ബിസ്ക്കറ്റുമാണ് ഞാൻ കഴിക്കുന്നത്. മറ്റുള്ളതൊക്കെ ഉണ്ടാക്കുന്നത് വലിയ പാടാണ്, അതുകൊണ്ട് അതൊന്നും ഉണ്ടാക്കാറില്ല. അപ്പോൾ ബിസ്ക്കറ്റ് കഴിഞ്ഞു, അപ്പം ബിസ്ക്കറ്റ് വാങ്ങണം. ഇപ്പോൾ എൻ്റെ അവസ്ഥ മാത്രമല്ല, മിക്ക പ്രവാസികളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. മിക്കവാറും എല്ലാവരും പ്രഭാത ഭക്ഷണം ഒഴിവാക്കലാണ്. അപ്പോൾ ആരും അങ്ങനെ ഒഴിവാക്കരുത്. പ്രഭാത ഭക്ഷണം ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കണം. ഞാനിപ്പോൾ നാട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും പുട്ടുകുറ്റി കൊണ്ടുവന്നു പുട്ടവിക്കാൻ. ആദ്യത്തെ 1-2 ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കി, പിന്നീട് മടിയാണ്, ഉണ്ടാക്കലില്ല. ബിസ്ക്കറ്റും ചായയും തന്നെയാണ് കഴിക്കുന്നത്, അതാണ് എളുപ്പം. ഇപ്പോൾ ബിസ്ക്കറ്റിൻ്റെ സെക്ഷനിലെത്തി. ബിസ്ക്കറ്റ് നോക്കി നടക്കുകയാണ്. എവിടെ ബിസ്ക്കറ്റ് 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 കണ്ടു. അപ്പോൾ മാരി ഗോൾഡ് 2 പാക്കറ്റ് എടുത്തു. അപ്പോൾ ഇനി നേരെ റൂമിലേക്കാണ്. ഇനി വേറെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ ബിസ്ക്കറ്റുമായി നേരെ റൂമിലേക്കാണ്. ഇപ്പോൾ രാവിലെ കുറച്ച് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. ഇപ്പോൾ സമയം 10:30ആയി. ചായക്ക് വെള്ളം വെച്ചു, അരിയും അടുപ്പത്തിട്ടു. ഇനി ചായ കുടിയും, ഇന്ന് ചോറൊക്കെ വയ്ക്കണം. ഇന്നലത്തെ കറിയൊക്കെ ബാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ ചായ ഇട്ടു. ചായയും ബിസ്ക്കറ്റുമായിട്ട് കഴിച്ചു. അപ്പോൾ അതിനിടയ്ക്ക് വീട്ടിലൊന്ന് വിളിക്കാനുണ്ട്. അപ്പോൾ അതും ഇതിൻ്റെ ഇടയിൽ തന്നെ നടന്നു. അപ്പോൾ ഇളയ ആളുമായി വീട്ടിൽ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ എല്ലാ വീടുകളിലും ഇളയ ആൾ ആണ് പ്രശ്നക്കാരി. പക്ഷേ എൻ്റെ വീട്ടിൽ അങ്ങനെയല്ല, മൂത്ത ആളാണ് പ്രശ്നക്കാരി. അവളുടെ അക്രമത്തെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമയം വൈകുന്നേരമായി. ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചു, കിടന്നുറങ്ങി. പിന്നെ വൈകുന്നേരമായി ഡ്യൂട്ടിക്കായി പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ പുറത്ത് നല്ല വെയിലാണ്. എല്ലാ വർഷത്തെ അപേക്ഷിച്ച് ഇപ്രാവശ്യം ചൂട് നേരത്തെയാണ്. നല്ല ഒടുക്കത്തെ ചൂടാണ്. ഇനി കൂടെയുള്ള പണിക്കാരനെ വിളിക്കണം. അപ്പം അവൻ്റെ വീടെത്തി അവനെ വിളി തുടങ്ങി. അവൻ ഫോൺ എടുക്കുന്നില്ല. അവൻ ഉറക്കത്തിൻ്റെ ആശാനാണ്. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ ഇറങ്ങി വന്നു. പിന്നെ അവനുമായി നേരെ കച്ചവട സ്ഥലത്തെത്തി. പിന്നെ ഷോപ്പ് തുറക്കണം. സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ പണി കഴിയും.